നമ്മുടെ പുതിയൊരു മാജിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഓഡിയനായിട്ട് എത്തുന്ന അച്ഛാണ്. അച്ഛാ റെഡി അല്ലേ? അപ്പൊ ഞാൻ നൈസായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ആദ്യം തന്നെ കട്ട് ചെയ്യുകയാണ്. ഓക്കെ, അതിനുശേഷം ഇതിൽ നിന്ന് അച്ഛാ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു 25 കൗണ്ടിന് താഴെ അത്രയുള്ള കാർഡുകൾ എടുത്തിട്ട് അത് എണ്ണി നോക്കിയിട്ട് എത്ര ആണെന്ന് ഓഡിയൻസിൻ്റെ അടുത്തൊരു ആക്ഷൻ രൂപത്തിൽ ഒന്ന് കാണിക്കണം. ഓക്കെ, ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ചെയ്തു. 25 താഴെ അല്ലേ? കുറച്ച് കാർഡുകൾ എടുത്തിട്ട് അത് എണ്ണിയിട്ട് അങ്ങോട്ട് തിരിച്ച് മാറ്റി വെച്ചു. ഓഡിയൻസ് കൂടെ ഒന്ന് എണ്ണിക്കോണേ. ഞാൻ നോക്കുന്നില്ല, പയ്യെ എണ്ണാവേ. എണ്ണിയോ? ഓക്കെ, ഓഡിയൻസ് എണ്ണിയെന്ന് വിചാരിക്കുന്നു. ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ കാർഡുകൾ എടുത്തിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വെക്കുവാണേ. ഓക്കെ, അപ്പോൾ എനിക്ക് യാതൊരു തരത്തിലും ഒരു ഐഡിയ ഇല്ല അച്ഛാ എത്ര കാർഡുകളാണ് കൗണ്ട് ചെയ്തതെന്ന്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് രൂപത്തിൽ ഒരു 25 കാർഡ് വെച്ചിട്ട് ഇടുകയാണ്. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 and 25. അപ്പം ഞാൻ ഒരു 25 കാർഡ് വെച്ചിട്ട് ചെറുതായിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക് രൂപത്തിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ബാക്കി കാർഡ് ഞാൻ അങ്ങോട്ട് വെച്ചു. അതിനുശേഷം ഞാൻ ഇത് 1 തൊട്ട് 25 വരെ ഒന്ന് എണ്ണാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അച്ഛ ഇതിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അച്ഛയുടെ കൗണ്ട് വരുന്ന ആ കാർഡ് അച്ഛ നോക്കിക്കണം. ഇപ്പോൾ അച്ഛയുടെ കാർഡ് 10 ആയിരുന്നെന്ന് വിചാരിച്ചോ, കാർഡ് കൗണ്ട് എണ്ണി വെച്ചിരുന്നത്. അപ്പോൾ 10 ഇപ്പോൾ ഈ കാർഡാണെങ്കിൽ ഈ കാർഡ് വേണം നോക്കി വെക്കേണ്ടത്. ഇപ്പോൾ ഏസ് ഓഫ് ക്ലബ്സ് ആണ്, അതാണ് നോക്കി വെക്കേണ്ടത്. അപ്പോൾ ഞാൻ എണ്ണാൻ പോവുകയാണ്. നോക്കി വെക്കണേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25. അച്ഛാ നോക്കി വെച്ചല്ലേ? അപ്പൊ ആ കാർഡൊന്ന് തൊട്ട് കാണിക്കണേ, ഒന്ന് ഓഡിയൻസിനെ അറിയാൻ വേണ്ടി ഏതാണ് കാർഡെന്ന്. അപ്പൊ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. തൊട്ട് കാണിച്ചു. ഇതാണ് നമ്മൾ എണ്ണിയ കാർഡ്. ഓക്കെ, ഓഡിയൻസ് കണ്ടില്ലേ? ഓക്കെ, ഞാൻ അങ്ങോട്ട് വരികയാണ്. അതിനുശേഷം ഞാൻ ഈ കാർഡെല്ലാം തിരിച്ചെടുക്കുകയാണ്. കാർഡ് നന്നായിട്ട് ഓർമ്മയുണ്ടല്ലോ അച്ഛാ? ഓക്കെ, ഇതെല്ലാം തിരിച്ചെടുത്തു. ഞാൻ അങ്ങോട്ടേക്ക് വെച്ചേക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ ആദ്യം തന്നെ അച്ഛയുടെ കൗണ്ടാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. എത്രയാണ് അച്ഛ കൗണ്ട് എണ്ണി വെച്ചതെന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിൻ്റെ ഫസ്റ്റ് നമ്പർ നന്നായിട്ട് മനസ്സിൽ വിചാരിച്ചേ. ഫസ്റ്റ് നമ്പർ നന്നായിട്ടൊന്ന് വിചാരിച്ചാൽ നന്നായിട്ട് 1 അല്ലേ? അല്ലേ? ഞാൻ എൻ്റെ സെക്കൻഡ് നമ്പർ ഇത്തിരി പാടാണ്, നോക്കട്ടെ. ഞാൻ 1 2 3 4 5 6 7 8 9 1 2 3 4 5 5 5 5 അല്ലായിരുന്നു? 15 അല്ലായിരുന്നു? അപ്പൊ അച്ഛയുടെ കൗണ്ട് 15 ആണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. ഇനി കാർഡാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? കാർഡിന്റെ കളർ ആദ്യം കണ്ടുപിടിക്കാം. കളർ ഒന്ന് നന്നായിട്ട് മനസ്സിൽ വിചാരിച്ച ആ കാർഡിന്റെ 15ാമത് ഇരുന്ന കാർഡിന്റെ അത് തന്നെ ക്വസ്റ്റ്യൻ മാർക്കിൽ 15ാമത് ഇരുന്ന കാർഡിന്റെ കളറാണ് മനസ്സിൽ കാണുന്നത്. യെസ്, അത് നന്നായിട്ട് വിചാരിച്ചേ. നന്നായിട്ട് ബ്ലാക്ക് റെഡ് ബ്ലാക്ക് റെഡ് ബ്ലാക്ക് 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 അല്ലേ? ഇനി അത് നമ്പർ കാർഡാണോ അതോ പിക്ചർ കാർഡാണോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഒരു നമ്പർ കാർഡ് അല്ലേ? അപ്പൊ ഇനി അതിന്റെ നമ്പർ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 10 10 10 അല്ലേ? അതിന്റെ ഷേപ്പാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇപ്പൊ സ്പെയ്ഡ് വരാം, അല്ലെങ്കിൽ ക്ലബ്സ് വരാം ബ്ലാക്കില്. അതിന്റെ സ്പെയ്ഡ് ക്ലബ്സ് അല്ലായിരുന്നു? ക്ലബ്സ് അല്ലായിരുന്നു? അപ്പൊ എല്ലാവർക്കും ഈ മൈൻഡ് റീഡിംഗ് മാജിക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ആൻഡ് കമന്റ് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഒന്ന് ഫോളോ കൂടെ ചെയ്യണം. അപ്പൊ അടുത്തൊരു മാജിക്കായിട്ട് വരുന്നിടം വരെ ഗുഡ് ബൈ. അടിപൊളി.